ഭാവസുന്ദരം സുമധുരമാകുമീശ്വരം ജനമന സ്നേഹസാന്ദ്രമായി ഇതളിഴും രാഗവൈഭവം 20 ദീപ്തവത്സരം ഹൃദയ പരാഗബന്ധുരം ആകാശവാണി 102.7 മഞ്ചേരി FM. ഞങ്ങളുടെ ഗാനം. ആകാശവാണി മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആകാശവാണി മഞ്ചേരി FM ഇതാ അതിന്റെ 20ാം വാർഷികം ആഘോഷിക്കുകയാണ്. 2006 ജനുവരി 28 ഔദ്യോഗികമായി പ്രക്ഷേപണം ആരംഭിച്ച നിലയം 20 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാളത്തിന്റെ ഹൃദയതാളമായ 102.7 മഞ്ചേരി FM-ന്റെ ശബ്ദവീചികൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്താറുള്ളത് എങ്ങനെയൊക്കെയാണ്? റേഡിയോയിലൂടെ കേൾക്കുന്ന പരിപാടികളും പാട്ടുകളുമൊക്കെ നിങ്ങളുടെ തന്നെ ജീവിതഗാനമായി അനുഭവപ്പെടാറില്ലേ? എങ്കിൽ ആകാശവാണി മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സുസ്വാഗതം. കല, സാഹിത്യം, സിനിമ, സംഗീതം, പൊതുപ്രവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള 20 പ്രതിഭകൾ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കിടുകയാണ് ഇവിടെ. പ്രണയവും കൊഞ്ചലും കുസൃതിയുമെല്ലാം സ്വരഭംഗിയിൽ തീർത്ത പാട്ടുകാരി. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ജനപ്രിയ പിന്നണി ഗായികമാരിൽ ഒരാൾ സുജാത മോഹൻ. ആകാശവാണിയുടെ കൈപിടിച്ച് സംഗീത ലോകത്തേക്ക് കടന്നുവന്ന സുജാത MG രാധാകൃഷ്ണന്റെ ലളിതഗാനങ്ങളിലൂടെയാണ് പാട്ടിന്റെ ലോകത്തേക്ക് ചേക്കേറിയത്. തന്റെ സംഗീതയാത്രയിലെ ആകാശവാണി അനുഭവങ്ങളും ഓർമ്മകളുമായി ഇതാ അവർ നമുക്കൊപ്പം. ഞാൻ സുജാതയാണ്, പാട്ടുകാരി സുജാത മോഹൻ. ആകാശവാണിയില് കൂടെ വന്ന ആള് തന്നെയാണ് ഞാനും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് തിരുവനന്തപുരം ആകാശവാണിയിലാണ് ഞാൻ നിറയെ പാടിയിട്ടുള്ളത്. MG രാധാകൃഷ്ണന്റെ പാട്ടുകള്, ലളിതഗാനങ്ങള് ഒരുപാട് പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഓടക്കുഴൽ വിളിയാണ്. അപ്പൊ അവിടെ പോയി റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര രസമാണ്. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന്, അധികം മൈക്കൊന്നും ഉണ്ടാവില്ല, എന്നത്തെ പോലെ സിസ്റ്റം ഒന്നുമില്ല. റെക്കോർഡിങ് ഒരു സിംഗിൾ ട്രാക്ക് റെക്കോർഡിംഗ് ആണ്. അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് പാടുക, അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒരു കാലം. ആ ട്രെയിനിങ് ഒക്കെയാണ് നമ്മളെ ഇപ്പോഴും നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തൃശ്ശൂർ ആകാശവാണിയിലും പാടിയിട്ടുണ്ട് കുറെ. തൃശ്ശൂർ പി രാധാകൃഷ്ണന്റെ അങ്ങനെ പാട്ടുകള്. പിന്നെ ലളിതഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ വളരെ വിരളമായിട്ട് കേൾക്കാറുള്ളൂ. വീണ്ടും ആ ആകാശവാണിക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ ആ ഒരു കൾച്ചറൊക്കെയാണ് എനിക്ക് തോന്നുന്നു. പാട്ട് പാടുന്ന കുട്ടികൾക്ക് കോമ്പറ്റീഷനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അത്. 20 വർഷം ആഘോഷിക്കുന്ന ആകാശവാണി മഞ്ചേരിക്ക് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ഇനിയും നിറയെ വർഷം നിങ്ങൾ സന്തോഷമായിട്ട് ഇതേ ഊക്കത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു.
മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാനുമായ കെ സനിൽകുമാറാണ് ഇനി നമുക്കൊപ്പം ചേരുന്നത്. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുന്ന ഈ വേളയിൽ മഞ്ചേരി FM-നെ കുറിച്ച് അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. മഞ്ചേരി FM കുറഞ്ഞ പക്ഷം ദിവസം ശരാശരി ഞാൻ 40 മിനിറ്റെങ്കിലും കേൾക്കും. അത് കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ യാത്ര മുണ്ടുപറമ്പിൽ മുതൽ മഞ്ചേരി വരെ ഉണ്ടാവും കോടതി. അത് ഈ ആവറേജ് ഒരു 20 മിനിറ്റ് യാത്ര ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വരുമ്പോൾ 40 മിനിറ്റ് വരും. കൃത്യമായിട്ട് ഞാൻ റേഡിയോ കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് നല്ല ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്, നല്ല തണുവ് കിട്ടാറുണ്ട്, നല്ല മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ ശരിക്കും മഞ്ചേരി FM-നോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള പ്രവർത്തനം സാധാരണക്കാരിൽ നിന്ന് ഊർജം കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ റേഡിയോ അനുഭവം മഞ്ചേരി FM-ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വരികയും കെൽസായുടെയും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജി അഥവാ ചെയർമാൻ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന നിലയ്ക്ക് അവിടെ വിവരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അത് സാധാരണക്കാരെ ഏറ്റെടുത്തു. അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ജില്ലയ്ക്ക് കിട്ടി. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയെ ഏറ്റവും മനോഹരമായ പ്രവർത്തനത്തിന് കെൽസ തെരഞ്ഞെടുത്തു. 1ാം സ്ഥാനം നമുക്ക് മലപ്പുറത്തിന് കിട്ടി. അതോടൊപ്പം തന്നെ
ഏറ്റവും കൂടുതൽ കേസ് 1000 കേസ് 83 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും. സാധാരണക്കാരുടെ ഇടയിൽ ഈ മഞ്ചേരി FM-ന്റെ ഒരു പ്രവർത്തനം കുറച്ച് കാണാൻ കഴിയില്ല. അത് ശരിക്കും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഈ അടുത്ത ദിവസം നമുക്ക് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കെൽസ കിസിന് കുട്ടികളുടെ ടീമിന് 1ാം സ്ഥാനം നമുക്ക് സായത്തമാക്കാൻ പറ്റി. ഇതെല്ലാം ആർജിക്കുന്നത് ഇതുപോലെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. അല്ല ദന്തപൗരത്തിരുന്ന് പ്രവർത്തിച്ചാൽ കിട്ടില്ല. നിയമജ്ഞനായാലും ശരി മറ്റാരായാലും ശരി സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എപ്പോഴും. അത് ഭരണഘടന അത് തന്നെയാണ് പറയുന്നത്, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവരാണ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കടപ്പാടിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് ഏത് സമയവും. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഈ മഞ്ചേരി FM-ന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രവർത്തനത്തെ സഹായിക്കുന്നതിലും എനിക്കൊരു മടിയുമില്ല. മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എന്നും ഊർജം പകരുന്നൊരു ഗാനമുണ്ട്. ആ ഗാനം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. വീളയെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. പൂത്തനാൾ മധു തേടിപ്പോയി.
ഗൃഹാതുരസ്മരണയുണർത്തുന്ന ബിംബങ്ങളും മനോഹരമായ വാക്കുകളും ലാളിത്യത്തിന്റെ പ്രതീകവുമായി മലയാളിയുടെ ഹൃദയത്തിൽ പുതിയ സംഗീതാനുഭവം തീർക്കുന്നവയാണ് കൈതപ്രം ഗാനങ്ങൾ. കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നടൻ തുടങ്ങി കലയുടെ നാനാമേഖലകളിൽ മികവ് തെളിയിച്ച അതുല്യ പ്രതിഭ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് മഞ്ചേരി FM-നോട് തന്റെ റേഡിയോ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തിന് സംബന്ധിച്ചിട്ടുള്ള പരിപാടികൾക്ക് എൻ്റെ ആശംസകൾ. FM-ന്റെ ശ്രോതാക്കൾക്ക് മുഴുവൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും നന്നായിരിക്കട്ടെ. എൻ്റെ ആകാശവാണി ബന്ധം വളരെ വിശാലമായ ബന്ധമാണ്. 1970 മുതൽക്ക് എനിക്ക് ആകാശവാണിയായിട്ട് ബന്ധമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ആയിരുന്നു ഞാനന്ന് ഉണ്ടായിരുന്നത്. ഞാൻ സംഗീതം പഠിക്കുകയും ആകാശവാണിയിലുള്ള വലിയ നിലയുദ്ധനായിട്ടുള്ള S.V.S. നാരായണൻ സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചിരുന്നത്, പാട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പത്മനാഭൻ നായർ തുടങ്ങിയ ആൾക്കാരൊക്കെ ബന്ധമുണ്ടായിരുന്നു അവിടെ. പിന്നെ സരസ്വതി അമ്മ, പ്രഭാകരൻ, കുറേ ആൾക്കാർ, പിന്നെ MG രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ സാറ്, ശശി കുമാർ സാറ്, ഫ്രൂട്ട് ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ അവിടുത്തെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പലരായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. മാവേലിക്കര രാജു സാർ പിന്നെ എൻ്റെ കച്ചേരികൾക്ക് ധാരാളം വായിച്ചിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ രാജുവേട്ടനായിട്ടും നല്ല ബന്ധമുണ്ട്. പിന്നെ എൻ്റെ ലളിതഗാനങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ശബ്ദവും ഞാൻ ലളിതഗാനങ്ങൾ പാടിയിട്ടതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ സംഘഗാനത്തിൽ മിനി കോറൽ ഗ്രൂപ്പിൽ ആണ് ചിത്ര ആദ്യം പാടുന്നത്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇഷ്ടഗാനം എന്ന് പറഞ്ഞാൽ 67 കാലത്ത് വന്നിട്ടുള്ള, പെട്ടെന്ന് എനിക്ക് പറയാവുന്നത്, ഭാസ്കർ മാഷ്, രാഘവ മാഷ് ടീമിൻ്റെ നഗരമേ നദിയിലെ നഗരം നഗരം മഹാസാഗരം എനിക്ക് മറക്കാൻ പറ്റാത്ത ഗാനമാണ്. മാത്രമല്ല എനിക്ക് എൻ്റെ ജീവിതത്തോട് വളരെ അടുത്തുള്ള ഒരു ലിറിക്സാണ് അതിലുള്ളത്. കാരണം കുതിച്ചു വായും നഗരിയിൽ ഒരു ചെറു കൂര ചമയ്ക്കുവത് എങ്ങനെ ഞാൻ എന്നൊക്കെ അന്ന് ഞാനും സങ്കടപ്പെടുന്ന കാലമായിരുന്നു. എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല, ഈ ലോകത്തിൽ ഞാൻ ആരെങ്കിലും ആണോ എന്നൊക്കെ സംശയിക്കുന്ന ഒരു കാലത്ത് കേട്ടിട്ടുള്ള പാട്ട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും മേലെ ചളിയും ചുഴിയും താഴെ പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി പിരിയാൻ വിടാത്ത കാമുകി നഗരം നഗരം മഹാസാഗരം മഹാസാഗരം സ്നേഹിക്കുന്നു കലഹിക്കുന്നു മോഹഭംഗത്തിലടിയുന്നു നുരകൾ തിങ്ങും തിരകളെ പോലെ നരരാശികളിതിലലയുന്നു നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കുതിച്ചുപായും നഗരിയിലൊരു ചെറു കൂര ചമയ്ക്കുവതെങ്ങിനെ ഞാൻ പാരാവാര തിരയിൽ എന്നുടെ
തീർപ്പു തകർന്നാലോ നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചേരിയും 3 പതിറ്റാണ്ടുകാലമായി ചെറുകഥാ സാഹിത്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം തന്റെ ജീവിതത്തെ തന്നെ ബൃഹത്തായ പുസ്തകമായും ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ ആളുകളെ കഥാപാത്രങ്ങളായും സൃഷ്ടിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് സന്തോഷ് ഏച്ചിക്കാനം. മാനുഷികതയുടെ, വിശപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ച ബിരിയാണി കഥയിലൂടെ വായനക്കാർക്ക് ഏറെ പരിചിതൻ. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ തന്റെ കാര്യങ്ങളെല്ലാം നടത്തിത്തന്നിരുന്ന ആകാശവാണിയെക്കുറിച്ച് കുറച്ചധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഏച്ചിക്കാനത്തിന്. നമസ്കാരം, ഞാൻ സന്തോഷ് ഏച്ചിക്കാനം. മഞ്ചേരി ആകാശവാണി അതിന്റെ 20ാം വാർഷികം ആഘോഷിക്കുന്നതായിട്ട് അറിഞ്ഞു. അതിന്റെ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 പൂർത്തിയാകുന്ന മഞ്ചേരി ആകാശവാണിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ആകാശവാണിയായിട്ട് എന്റെ ബന്ധം ആരംഭിക്കുന്നത് ഏതാണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് പ്രത്യേകിച്ച് കണ്ണൂർ FM ആയിട്ടാണ് എനിക്ക് അന്ന് ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നത്. ആത്മബന്ധം എന്ന് തന്നെ പറയാം. കാരണം അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാശൊന്നുമില്ല. കാരണം വീട്ടിൽ നിന്നൊന്നും കാശൊന്നും അങ്ങനെ തരാനില്ല. അപ്പോൾ എന്തെങ്കിലും പോക്കറ്റ് മണി, വീട്ടിൽ നിന്ന് ആകെ പഠിക്കാനുള്ള ബസ്സിന്റെ പൈസ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം തരും. പക്ഷെ അതിനപ്പുറത്തൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് കണ്ണൂർ FM ആണ്. അപ്പോൾ അവിടെ ബാലേന്ദ്രൻ സാറുണ്ടായിരുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള. അപ്പോൾ ബാലേന്ദ്രൻ സാറിന് എൻ്റെ അടുത്ത് അവിടെ വന്നിട്ട് ഞാൻ ഓഡീഷന് വന്നു. അപ്പോൾ അത് ഓഡീഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ അവിടെ താൽക്കാലികമായിട്ട് ആകാശവാണിയിൽ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് അനുഭവമായിരുന്നു. അന്നൊരു ആകാശവാണിയിൽ അങ്ങനെ ഒരു ചെറിയ ഇത് കിട്ടുക, അത് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടും. ആ സമയത്ത് ഒരു 150 രൂപയോ മറ്റാണെന്ന് തോന്നുന്നു അന്നത്തെ ഒരു നമ്മുടെ റെമ്യൂണറേഷൻ. അത് 150 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും 150 രൂപ കൊണ്ട്. പിന്നെ ഈ ആകാശവാണിയിൽ പിന്നെ യുവവാണി തുടങ്ങിയ സാധനങ്ങളിൽ കവിതകൾ എഴുതി അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു വലിയ ഒരു വരുമാന സ്രോതസ്സായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അച്ഛനും അമ്മയും കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് ഒരു ആകാശവാണിയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ ബന്ധം ആകാശവാണിയായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആ സമയത്ത് ബാലേന്ദ്ര സാറ് നല്ല ഇന്നവേറ്റീവ് ആയിട്ടുള്ള നല്ല ഐഡിയ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ കണ്ണൂർ ഡിസോൺ കലോത്സവം നടക്കുന്ന സമയത്ത് അന്ന് അവിടെ നടക്കുന്ന പരിപാടികൾ ലൈവായിട്ട്, അതിപ്പോൾ ലൈവായിട്ടൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് ആകാശവാണിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ട്. ഒന്ന് ലൈവായിട്ട് കാണിച്ചത് ബാലേന്ദ്രൻ സാറാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ രാവിലെ പോയി അത് അവിടുന്ന് പോയി റെക്കോർഡ് ചെയ്ത് ആ സമയത്ത് ലൈവായിട്ട് അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പുതുമ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ബാലേന്ദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു അധികം സന്തോഷമുണ്ട്. അത് ഞാൻ ഒരു മറക്കാത്ത ഓർമ്മയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. ഇനി എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പം എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഗാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അത് ജോൺസൺ മാഷ് സംഗീതം നൽകിയ യേശുദാസ് പാടിയ സമൂഹം എന്ന സിനിമയിലെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി ഒന്നാഴിക്കനവ് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്.
പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ ഇന്നേകനായി എന്തിനൻ മുന്നിൽ വന്നു പനി നീർമണം തൂവുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂമ്പൊട്ടുകൾ തോരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനായി കേഴുമീ കൂടിനുള്ളിൽ എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് അഭിഷാദ് ഗുരുവായൂർ. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിച്ചുകൊണ്ട് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന മോട്ടിവേഷണൽ സ്പീക്കർ. സമൂഹമാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വാതായനങ്ങൾ തുറക്കുന്ന അഭിഷാദ് ഗുരുവായൂരാണ് തന്റെ റേഡിയോ അനുഭവങ്ങളുമായി നമ്മുടെ കൂടെ കൂടുന്നത്. നമസ്കാരം. ആകാശവാണി മഞ്ചേരി FM 102.7 20ാം വാർഷികം ആഘോഷിക്കുകയാണെന്നറിഞ്ഞു. എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് അഭിഷാദ് ഗുരുവായൂർ. എൻ്റെ ഗാനം എന്ന ഒരു പ്രോഗ്രാമിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഗംഭീര അനുഭവമായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്നൊരു പേരാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അപ്പോൾ അവർ അതിലേക്ക് കത്തെഴുതുകയും പിന്നെ എനിക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ പേര് ഒരുവിധം ആകാശവാണി കേൾക്കുന്നവർക്കൊക്കെ സുപരിചിതമായൊരു പേരാണ്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയി. പിന്നെ കുറേ പേര് പുറത്തിറങ്ങിയപ്പോഴൊക്കെ കണ്ടു. ഇത്രയും വിപുലമായ രീതിയിൽ നെറ്റ്വർക്ക് ആകാശവാണിക്ക് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം അത്രയ്ക്കധികം കോളുകളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആളുകൾ പറഞ്ഞു. വലിയ സന്തോഷം. പിന്നെ എന്താ പറയാ, നമ്മള് കേൾക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ ആകാശവാണി അല്ലെങ്കിൽ FM റേഡിയോ എന്ന് കുറെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇമാജിനേഷൻ ചെയ്യും, വിഷ്വലൈസ് ചെയ്യും. ആ ഒരു പരിമിതിയാണ് നമുക്ക് TV ഉള്ളത്. TV നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ചിത്രങ്ങൾ കാണുകയാണല്ലോ, വേറെ ആരുടെയും ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും കിട്ടുന്നൊരു അനുഭൂതി, കാരണം ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അതിനെ പിക്ചറൈസ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് ഈ റേഡിയോൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ രസമാണ്. പിന്നെ എന്താ പറയുക, നല്ല അനുഭവങ്ങൾ. എല്ലാ ദിവസവും നല്ല നല്ല കാര്യങ്ങളൊക്കെ കേട്ട്, പണ്ടൊക്കെ കേട്ടിരുന്ന ഒരു സംഗതിയാണ് ഈ വയലും വീടും പരിപാടി. അപ്പോൾ അങ്ങനത്തെ അത്തരം പ്രോഗ്രാമുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നറിയാം. നിരന്തരമായ കേൾക്കുന്ന ആകാശവാണി മഞ്ചേരി FM സംവദിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ. ഇനിയും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ പ്രോഗ്രാമുകളും ശ്രവണ സുന്ദരമായ ശബ്ദത്തിലൂടെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ കേൾപ്പിക്കാൻ ആകാശവാണി മഞ്ചേരി FM കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. നിലവിൻ മറந்த ചഷകം, നിലവിൻ മറந்த ചഷകം, നെഞ്ചിൽ പതഞ്ഞ രാത്രി. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി. മാരന്റെ കോവിൽ തേടി മായാമയൂരമാടി, മായാമയൂരമാടി. ഒളി തേടി നീലാപ്പൂക്കൾ, ഒളി തേടി നീലാപ്പൂക്കൾ വീഴുന്നു നിന്റെ കാൽക്കൽ. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. സ്വരഹീന വീണയിൽ നീ ശ്രുതി മീട്ടി മഞ്ജുവാണി. ഈ മാറിൽ മുഖം ചേർത്തു സുരലോകമൊന്നു തീർത്തു, സുരലോകമൊന്നു തീർത്തു. ഉതിരുന്നു മന്ദമന്ദം, ഉതിരുന്നു മന്ദമന്ദം ദ്യുതി നിൻമുഖാരവിന്ദം. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. മാജിക് വേദികളിൽ വിസ്മയങ്ങൾ തീർത്ത മജിഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് തന്റെ റേഡിയോ അനുഭവങ്ങളുമായി ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. ഇന്നദ്ദേഹം തിരുവനന്തപുരത്ത് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് മഹാത്ഭുതം തീർക്കുകയാണ്.
ബാല്യത്തെ പാട്ടുകളാൽ മധുരതരവും യൗവനത്തെ മധുരവികാരങ്ങളാൽ സ്നേഹാതുരവുമാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട ആകാശവാണിയെക്കുറിച്ച് അദ്ദേഹത്തിനും ചിലത് പറയാനുണ്ട്. കേൾക്കാം. ഞാൻ ഗോപിനാഥ് മുതുകാടാണ് സംസാരിക്കുന്നത്. മഞ്ചേരി ആകാശവാണി 20ാം വാർഷികം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ജില്ലയിലെ ഒരു ആകാശവാണി നിലയം 20ാം വാർഷികം ആഘോഷിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലുണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. കുഞ്ഞുനാളിൽ റേഡിയോ ഗാനങ്ങൾ കേട്ടാണല്ലോ നമ്മുടെയൊക്കെ ബാല്യകാലം ഉണരുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത്. ഓരോ ദിവസവും സ്കൂൾ കഴിഞ്ഞു വന്നാൽ ഇങ്ങനെ നിലത്ത് കിടന്ന് കേൾക്കുന്ന ഗാനങ്ങളുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ശ്രീലങ്ക പ്രക്ഷേപണ നിലയവും അതുപോലെ തന്നെ കോഴിക്കോട് ആകാശവാണി എന്നൊക്കെയുള്ള നല്ല മനോഹരമായ ഗാനങ്ങൾ, പഴയ ഗാനങ്ങൾ, വയലാറിൻ്റെയും ദേവരാജൻ്റെയും ദാസേട്ടനൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഓരോ തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവുന്നത്. അത് സ്നേഹത്തിൻ്റെതായാലും പ്രണയത്തിൻ്റെതായാലും എല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുളച്ചു പൊങ്ങുന്ന ആ ഒരു കാലം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഈ ശബ്ദ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ശബ്ദഭാഷയിലൂടെ ഒരുപാട് ആളുകളെ ഉത്തേജിപ്പിക്കുവാനും ഒരുപാട് ആളുകൾക്ക് സ്നേഹം പകരുവാനും മഞ്ചേരി ആകാശവാണിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഏതാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്നുള്ള ആ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ആ ഗാനം വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും ഇങ്ങനെ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ആ ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്ന്
ഞങ്ങളുടെ ഗാനം. മഞ്ചേരി FM-ന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് കേട്ടത്. ഈ ഭാഗത്തിൽ പങ്കെടുത്തവർ ഗായിക സുജാത മോഹൻ, മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാനുമായ കെ സനിൽകുമാർ, സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം, മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം എം ജിഷ, സുഹൃത എസ്.